ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, വൈഹക യാ ഉസ്മാൻ, ഉസ്മാൻ നിനക്ക് എന്ത് പറ്റി? വല്ലാഹി ഇന്നക ലറജുലുൻ ഹാസിമുൻ, നീ നല്ല സമർത്ഥനായ ഒരു വ്യക്തിയാണല്ലോ. മാ യഖ്ഫ അലൈകൽ ഹഖ് മിനൽ ബാത്തിൽ, സത്യവും അസത്യവും തിരിച്ചറിയാത്ത പ്രശ്നമൊന്നും നിനക്കില്ലല്ലോ. ഹാദിഹിൽ ഔസാനുല്ലതി യഅ്ബുദുഹാ ഖൗമുക്, നിന്റെ നാട്ടുകാർ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, അലൈസത് ഹിജാറതൻ സമ്മാഅ ലാ തസ്മഉ വലാ തുബ്സിറു വലാ തദുറു വലാ തൻഫഅ, അതൊക്കെ വെറും കല്ലുകളല്ലേ, കാണാൻ കേൾക്കാൻ ഒന്നും കഴിയാത്ത കല്ലുകളല്ലേ നിന്റെ നാട്ടുകാർ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ. ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലേ എന്ന് ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വല്ലാഹി ഇന്നഹ കദാലിക്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ വിഗ്രഹങ്ങളൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്, കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്തതാണ്, അതൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹാദാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് ഖദ് ബഅസഹു അല്ലാഹു ബിരിസാലതിഹി ഇലാ ജമീഇ ഖൽഖി, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെയും ഹിദായത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുകയാണ്. ഫഹല്ലക അൻ തഅതിയഹു വ തസ്മഅ മിൻഹു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോകാനും നബി പറയുന്നത് കേൾക്കാനും നീ തയ്യാറുണ്ടോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല നഅം, ഞാൻ പോകാം, കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. വഫിൽ ഹാലി, ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിചാരിതമായി മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ആ വഴിയിലൂടെ വരികയാണ്. ഫഖാല യാ ഉസ്മാൻ അജിബില്ലാഹ ഇലാ ജന്നതിഹി ഫഇന്നി റസൂലുള്ളാഹി ഇലൈക വഇലാ ജമീഇ ഖൽഖി, ഉസ്മാനെ, അള്ളാഹുവിൻ്റെ വിളിക്ക് നീ ഉത്തരം നൽകുക. അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ക്ഷണം നീ സ്വീകരിക്കുക. ഞാൻ നിന്നിലേക്കും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരിലേക്കും അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല ഫവല്ലാഹി മാ മലക്തു ഹീന സമിഅതു ഖൗലഹു അൻ അസ്ലംതു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഞാൻ വിശുദ്ധ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. ഷഹീദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, അങ്ങനെ ഞാനത് വിശുദ്ധ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യം റുഖിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ബദർ യുദ്ധത്തിൻ്റെ സമയത്താണ് റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസൂം എന്ന അടുത്ത മകളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധേയമായ ഒരു വർത്തമാനം ഇങ്ങനെ പറഞ്ഞു, ലൗ കാന ലി യാ ഉസ്മാൻ അശ്റത്തുൻ ലസവ്വൈതുക വാഹിദതൻ ബഅദ ഉഖ്റ, ഉമ്മു കുൽസൂമും മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകളായ ഉമ്മു കുൽസൂമും മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാനെ, എനിക്കൊരു 10 പെൺമക്കളുണ്ടായിരുന്നെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരുമായിരുന്നു. അത്രമേൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട, അത്രമേൽ മഹത്തായ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, ഒരു പ്രവാചകൻ്റെ 2 മക്കളെ വിവാഹം കഴിച്ചത് ലോകത്തെ ചരിത്രത്തിൽ ആകെ ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മുൻകാലത്തും പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരു പ്രവാചകൻ്റെ 2 മക്കളെ വിവാഹം കഴിച്ച സംഭവം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ചോദിച്ചു, മൻ യഹ്ഫിറു ബിഅറ റൂമ ഫലഹുൽ ജന്ന വമൻ ജഹ്ഹസ ജയ്ഷൽ ഉസ്റതി ഫലഹുൽ ജന്ന, ആരാണ് ബിഅറു റൂമ വാങ്ങി നൽകാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
വലിയ തുക കൊടുത്തിട്ട് മദീനയിലെത്തിയതിനു ശേഷം അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തികയാതെ വന്നപ്പോൾ ബിർ റൂമ വാങ്ങി മുസ്ലിമീങ്ങളുടെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബാക്കൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേർക്ക് നേരെയുള്ള വാക്കിൽ വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ലാത്ത വചനത്തിലൂടെ നോക്കുമ്പോൾ 2 പ്രാവശ്യം പൈസ കൊടുത്ത് സ്വർഗം വാങ്ങിയത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ജഹസ ജയ്ഷൽ ഉസ്റ, തബൂക്ക് യുദ്ധത്തിന് ആ സൈന്യത്തെ തയ്യാറാക്കാൻ വേണ്ടുന്ന വലിയ ഒരു സമ്പത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകി. ഇങ്ങനെ 2 പ്രാവശ്യം വലിയ തുക ചെലവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും സ്വർഗത്തിന് അവകാശിയായ ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ ഫീ സമനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നഅദിലു ബി അബീ ബക്കറിൻ അഹദൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തുല്യനായി മറ്റൊരാളുണ്ട് എന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടേ ഇല്ല റസൂലിൻ്റെ കാലഘട്ടത്തിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മഹത്വം കണ്ടിരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിനാണ്. പിന്നീട് ഞങ്ങൾ മഹത്വം കണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹവും കൂടെ കഴിഞ്ഞാൽ പിന്നെ സഹാബാക്കളിൽ ഒരാൾക്കൊരാളെക്കാൾ മഹത്വമുള്ളതായി ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ഒരുപോലെയാണ് കണ്ടത്. ലാ നുഫാദിലു ബൈനഹും, അവർ തമ്മിൽ ഒരു വ്യത്യാസം, മഹത്വം കൂടുതൽ കുറവ് ഞങ്ങൾ കണ്ടിട്ടില്ല. കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ 3 വ്യക്തികൾക്ക് മാത്രമാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ നിൽക്കാൻ, ആ സമയത്ത് ആ ഉഹദ് മല ഒന്ന് വിറച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്കുൻ ഉഹദ്, ഉഹദേ നീ ശാന്തമായി നിൽക്കുക. ഫലൈസ അലൈക ഇല്ലാ നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ. നിൻ്റെ പുറത്ത് നിൽക്കുന്നത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 ശുഹദാക്കളുമാണ്. അത് ആ സമയത്ത് ഉഹദ് മലയുടെ മേലെ നിന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മക്കയിൽ ചെന്ന് മക്കയിലെ ജനങ്ങളുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ നിലപാടുകൾ എന്താണ് എന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരാൾ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മക്കയിലേക്ക് പോകണം, അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കണം, എന്താണ് അവരുടെ നിലപാട് എന്നറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. അങ്ങനെ പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ തടയുന്നത്. ആ സമയത്ത് അവിടെയുള്ള മക്കക്കാരോട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തി മടങ്ങി വരിക എന്ന ഒരു ജോലി സഹാബാക്കളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇനി അഖാഫു ഖുറൈശൻ അലാ നഫ്സി. നബിയെ, ഞാൻ മക്കത്തേക്ക് ഇപ്പോൾ പോയാൽ ശരിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് പല കാരണങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാകിന്നി അദുല്ലുക അലാ റജുലിൻ അഅസ്സ ബിഹാ മിന്നി. ആ ഒരു ദൗത്യം നിർവഹിക്കാൻ എന്നേക്കാൾ യോഗ്യനായ ഒരാൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണ് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖബിൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആ വാക്ക് ശരിയാണ്, ആ ന്യായം ശരിയാണ് എന്ന് തോന്നി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ ചെന്ന് കണ്ട് അവരുടെ നിലപാടറിഞ്ഞ് മടങ്ങി വരാൻ വേണ്ടി അയച്ചു. മക്കയിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചതും അവിടെ അബാൻ ഇബ്നു സഈദ് ഇബ്നു അൽ ആസ് എന്ന വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും ആൾക്കാരെ കാണേണ്ട ആൾക്കാരെ ചെന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ കൃത്യത വരുത്തി മടങ്ങി. അപ്പോൾ മക്കക്കാർക്ക് ഇസ്ലാമിക സമൂഹത്തോട് ശത്രുത ഉള്ള സമയത്തും വെറുപ്പുള്ള സമയത്തും അവരുടെ ഇടയിൽ വലിയ ആദരവ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മഹത്തായ ഗുണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആരും ഒരിക്കലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഇഷ്ടക്കേടും കാണിച്ചിരുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്
മക്കയിലെ ജനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കഅബ തവാഫ് ചെയ്തു പോയിക്കോളി. അത് ആദ്യ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള രീതിയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. മാ കുന്തു അഫ്അല ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യാതെ ഞാൻ ഏതായാലും തവാഫ് ചെയ്യുന്നില്ല. റസൂല് ഈ കഅബയെ തവാഫ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. നിങ്ങൾ റസൂലിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റസൂല് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോവാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യം മലക്കുകൾക്ക് പോലും ലജ്ജയാണ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യത്തിൽ ലജ്ജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ അതിൻ്റെ സാഹചര്യം ഇതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അബൂബക്കർ റളിയല്ലാഹുവിന് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന് കയറി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് കയറി വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന് വാതിലിൽ വന്നു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശരിയായിട്ട് വെടിച്ചിട്ട് നല്ല വെടിപ്പായിട്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ ചോദിച്ചു, എന്താണ് നബിയെ, അബൂബക്കർ കയറി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു വന്നപ്പോഴും ഇല്ലാത്ത വസ്ത്രമൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കിയിട്ടാണല്ലോ ഉസ്മാനെ സ്വീകരിച്ചത്. അപ്പോൾ മഹാനായ അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോഴും നാം ആ ഒരു അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 12 കൊല്ലത്തോളം ഇസ്ലാമിക സമൂഹത്തെ നയിച്ചു. ഖലീഫയായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ, ഇസ്ലാമിക രാജ്യം ഒരുപാട് വളർന്നു. പല സ്ഥലങ്ങളിലേക്കും അത് വ്യാപിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഖുർആനെ ജംഅ് ചെയ്തു എന്നുള്ളതാണ്. ഖുർആൻ പല രീതിയിലുള്ള പാരായണങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഒരൊറ്റ രീതിയിലേക്ക് ഖുർആനെ മാറ്റിയത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ചുരുക്കത്തിൽ നീതിമാനായ, കരുണയുള്ള, ശരീഅത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച, വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം പാലിച്ച, ജനങ്ങൾ മുഴുവൻ ഇഷ്ടപ്പെട്ട, ജനങ്ങൾ മുഴുവൻ തൃപ്തനായിരുന്ന, വലിയ ഇബാദത്ത് ചെയ്തിരുന്ന, ആബിദായ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച, ഖുർആൻ എത്ര ഓതിയാലും മടുക്കാത്ത, രാത്രി മുഴുവൻ ഖുർആൻ ഓതി നിന്ന് നമസ്കരിച്ച അങ്ങനെയുള്ള ഒരു വലിയ മഹത്തായ വ്യക്തിത്വമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, പരലോകത്തെ ഭയന്നുകൊണ്ട് രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇന്ന ഖുലൂബനാ ലൗ തഹറത് മാ ശബിഅനാ മിൻ കലാമി റബ്ബിന. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ എത്ര ഓതിയാലും നമുക്ക് മതി വരില്ല. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. നമ്മളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ ഓതിയാൽ നമുക്ക് മതിയാകില്ല എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിൽ നമ്മളെല്ലാം കുറിക്കേണ്ടുന്നൊരു വാക്കാണ്. ഇന്നീല അക്റഹ്, എനിക്കിഷ്ടവേ അല്ല, അയ്യഅതിയ അലയ്യ യൗമുൻ ലാ അൻദുറു ഫിൽ മുസ്ഹഫ്, മുസ്ഹഫ് ഒന്ന് തുറന്നു നോക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വലിയ ചടുലമായ ഒരു വ്യക്തിത്വമല്ല. ഇപ്പോൾ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേൾക്കാനൊരു ആവേശം ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്, അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ ശാന്തനായിരുന്നപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നേരത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ റസൂൽ കഴിഞ്ഞാൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഈ 3 പേർക്കാണ് മഹത്വം. ബാക്കിയുള്ളവരെല്ലാം തുല്യമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ മഹത്വം അദ്ദേഹത്തിനുണ്ടായത്
രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി. ഒന്ന്, സമ്പത്ത് ധാരാളമായി ചെലവഴിച്ചു, കണക്കില്ലാത്ത പൈസ. എത്രയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്? നാട്ടിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നേരത്തെ ബീർ റൂമയുടെ കാര്യം പറഞ്ഞതുപോലെ, അതുപോലെ മസ്ജിദിൻ്റെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഇങ്ങനെ പല കാര്യങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെലവാക്കിയത് എത്രയാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. ആവശ്യം പോലെ ചെലവാക്കി. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഖുർആൻ എത്ര ഓതിയാലും മതിവരാത്ത ഒരു ചരിത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. രാത്രി മുഴുവൻ ഒരൊറ്റ നൃത്തം നിന്നാൽ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുവോളം നിൽക്കുവാൻ. അങ്ങനെ ദീർഘമായി ഖുർആൻ ഓതിയ, ഒരു പ്രത്യേകമായി ഖുർആനിനെ ഇഷ്ടപ്പെട്ട, ഖുർആനെ മനസ്സുകൊണ്ട് സ്വീകരിച്ച ഒരു സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സമൂഹത്തിൽ ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സമീപത്തെത്തിയിരിക്കുന്നു. സമൂഹത്തിൽ വരാനുള്ള പ്രശ്നങ്ങൾ സമീപത്തെത്തി, ഇനി വലിയ ദൂരത്തൊന്നും അല്ല അത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫമർറ റജുലുൻ മുഖന്നഉൻ റഅസഹു, മുഖം തല മുഴുവൻ മൂടിക്കെട്ടിയ ഒരാൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ യൗമഇദിൻ അലൽ ഹുദ. സമൂഹത്തിൽ ഫിത്നകൾ ഓരോരുത്തരായിട്ട് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്ന മനുഷ്യൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉടനെ തന്നെ ഓടിപ്പോയി ആ മനുഷ്യൻ ആരാണെന്ന് നോക്കി. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ചാണോ നബി അങ്ങ് പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫിത്നകൾ ഉണ്ടാകും. അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് സത്യത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച്, യാ ഉസ്മാൻ ഇൻ വല്ലാകല്ലാഹു ഹാദൽ അംറ യൗമൻ, ഉസ്മാനെ, നിന്നെ അല്ലാഹു തആല ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം, നേതൃത്വം ഒരിക്കൽ ഏൽപ്പിച്ചാൽ, ഫഅറാദൽ മുനാഫിഖൂന അൻ തഖ്ല ഖമീസക അല്ലദീ ഖമ്മസകല്ലാഹ് ലാ തഖ്ലഉഹു, അല്ലാഹു നിന്നെ അണിയിച്ച ആ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഖമീസ്, ആ വസ്ത്രം അഴിച്ചു മാറ്റാൻ കപടവിശ്വാസികൾ എത്ര ശ്രമിച്ചാലും നീ അതിന് വഴങ്ങിക്കൊടുക്കരുത്, നീ അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതങ്ങനെ തന്നെ സ്വീകരിക്കുകയും അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പല ഭാഗങ്ങളിൽ നിർണയിച്ചിരുന്ന ഗവർണർമാരെ, ഭരണപരമായ ചുമതല ഓരോരോ നാടുകളിൽ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരുന്നു. മുഴുവൻ ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റിയതും തൽസ്ഥാനത്ത് വേറെ ആളെ വെച്ചതും, അതിൻ്റെ പേരിലൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും കുഴപ്പങ്ങളും പറഞ്ഞുണ്ടാക്കി അബ്ദുല്ല ഇബ്നു സബ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തത്. ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പിണക്കി ഉസ്മാൻ റളിയല്ലാഹുവിന് എതിരെ തിരിച്ചു. കുറേ നാളുകൊണ്ട് പണിയെടുത്ത് അതങ്ങനെയായി. സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെപ്പോലും തിരിച്ചു കളഞ്ഞു ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സബയും കൂട്ടുകാരും. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചില വൃദ്ധകളായ സ്ത്രീകൾ വരുമായിരുന്നു. ആര് വന്നാലും ഉസ്മാൻ റളിയല്ലാഹുവിന് സമ്പത്ത് കൊടുക്കും. അപ്പോൾ കയ്യിൽ താങ്ങാൻ കഴിയാത്ത പൈസയുമായിട്ടായിരിക്കും അവർ മടങ്ങിപ്പോകുന്നത്. പക്ഷേ അവരിങ്ങനെ പറയുന്നുണ്ടാവും, അല്ലാഹുവേ ഉസ്മാനെ മാറ്റണേ, ഈ ഉസ്മാൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഇറങ്ങിപ്പോകുന്നത്. കാരണം അവരെല്ലാം വേറെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ജനങ്ങളെ തിരിക്കാൻ അങ്ങനെ വരെ പണിയെടുത്തു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം പൈസ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഒരു വിമർശനം ഉണ്ടായത്. പൈസ കൂടുതലായി ചെലവാക്കുന്നു, ബൈത്തുൽ മാലിൻ്റെ സമ്പത്ത് കൂടുതലായി ചെലവാക്കുന്നു എന്നതാണ്. മറ്റൊരു കാര്യം, ഭരണപരമായ ചുമതല ഉണ്ടായിരുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവർക്ക്, പക്ഷേ അതൊന്നും ബൈത്തുൽ മാലിൻ്റെതല്ല, എൻ്റെ സ്വന്തം കയ്യിലുള്ള ക്യാഷാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പ്രശ്നക്കാർ മുഖവിലക്കെടുത്തില്ല. അവരോരോ തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി.
പക്ഷേ ശാന്തനെന്ന് നമ്മൾ സാധാരണ പറയാറില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ധീരമായി നിലകൊണ്ടു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന്, ഉസ്മാനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ കൈയൊഴിയരുത് എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ കലാപങ്ങൾ പല രീതിയിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് ഒഴിവാക്കുമായിരുന്നു, ഖിലാഫത്തിൽ നിന്ന് ഞാൻ പിന്മാറുമായിരുന്നു. എനിക്ക് അധികാരത്തിൽ ഇങ്ങനെ നിൽക്കാൻ, അതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യാതൊരു നിർബന്ധവുമില്ല. അതിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞതാണ്, യാ ഉസ്മാൻ ഇൻ വല്ലാക്കല്ലാഹു ഹാദൽ അംറ, അള്ളാഹു നിന്നെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഒരിക്കലും നീ അത് കൈവിട്ട് കളയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇനി ഈ കലാപകാരികളെ കൈകാര്യം ചെയ്യാനും കഴിയുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. കാരണം ഖലീഫയാണ്, മദീനയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഖലീഫയ്ക്കെതിരെ ഒരു കലാപമുണ്ടാക്കുകയും അങ്ങനെ കലാപകാരികൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കുകയും ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊല ചെയ്യുകയും ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണത് സാധിക്കുക, ഒരു ഖലീഫയെ കൊല ചെയ്യാൻ? പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒരൊറ്റ നിർബന്ധത്തിൽ നിന്നു, എൻ്റെ പേരിൽ മദീനയിൽ രക്തമൊഴുകരുത്, എൻ്റെ പേരിൽ മദീനയിൽ ഒരു യുദ്ധം നടക്കരുത്. ഈ വരുന്ന ആൾക്കാർക്ക് എൻ്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെൻ്റെ ജീവൻ എടുത്തു പോയിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ എൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ വകയിൽ ഈ സമൂഹങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുകയും അത് കാരണമായി ആദരവായ റസൂലിൻ്റെ മദീനയിൽ ഒരു തുള്ളി രക്തം വീഴരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടുതടങ്കലിലാക്കിയ സമയത്ത് പല സഹാബാക്കളും ചോദിക്കുന്നുണ്ട്, മുആവിയ റളിയല്ലാഹുവിനെ പോലുള്ള പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണോ? ഇസ്ലാമിക സമൂഹം കരുത്തുണ്ട്. അന്ന് ആഫ്രിക്ക വരെ അങ്ങോട്ട് വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ ഈ സമൂഹത്തിൻ്റെ കീഴിലുണ്ട്. പ്രഗത്ഭരായ യോദ്ധാക്കളുണ്ട്, സൈനിക നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം നാട്ടിലേക്ക് മദീനയിലേക്ക് തിരിച്ചു വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരെയും തിരിച്ചു വിളിച്ചില്ല, ആരെയും കൊണ്ട് രക്ഷപ്പെടാനും ശ്രമിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ അദ്ദേഹം അതേ വീട്ടുതടങ്കിൽ തന്നെ കഴിഞ്ഞു. രണ്ട് നിർബന്ധങ്ങളാണ്. ഒന്ന്, ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൈയൊഴിക്കരുതെന്ന് എന്നോട് എൻ്റെ നബി പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവായി കൊടുക്കില്ല. മറ്റൊന്ന്, എൻ്റെ പേരിൽ സമൂഹങ്ങൾ തമ്മിലടിക്കുകയും മദീനയിൽ ഒരു പോരാട്ടമുണ്ടാവുകയും ചെയ്യാൻ അതിനും ഞാൻ അനുവദിക്കില്ല. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഒരു ഖലീഫ മദീനയിൽ കൊല ചെയ്യപ്പെടുന്നത്. അവിചാരിതമായി ഉണ്ടായ അക്രമത്തിലല്ല ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല ചെയ്യപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവിന് കൊല ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹുവിന് നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ നമസ്കാരത്തിൻ്റെ ഇടയിൽ മിഹ്റാബിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിന്ന ആളാണ് ഉമർ റളിയല്ലാഹുവിനെതിരെ ആയുധമെടുത്തതും. ഉമർ റളിയല്ലാഹുവിന് അങ്ങനെയാണ് മദീനയിൽ ഷഹീദായത്. അലി റളിയല്ലാഹുവിനു നമസ്കാരത്തിന്, സുബഹിയുടെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ പതിയിരുന്ന, ഇരുട്ടത്ത് ഒളിച്ചിരുന്ന ഒരാൾ നടത്തിയ അക്രമത്തിലാണ് അലി റളിയല്ലാഹുവിനു മദീനയിൽ ഷഹീദാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിൻ്റെ വലിയ സൗഭാഗ്യം ഈ പറഞ്ഞ സഹാബാക്കൾക്കെല്ലാം കൊടുത്തു. അത് മദീനയിൽ തന്നെ കൊടുത്തു. ഉമർ റളിയല്ലാഹുവിന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മർസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി റസൂലിക്, അല്ലാഹുവേ നിൻ്റെ നബിയുടെ നാട്ടിൽ എനിക്ക് ഷഹാദത്ത് തരണേ എന്ന്. പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്, ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്, ബാഹ്യമായി ചിന്തിച്ചാൽ സാധിക്കാത്ത കാര്യമാണ് ഉമർ റളിയല്ലാഹുവിന് ദുആ ചെയ്തത്. കാരണം മദീനയിൽ എല്ലാ മുസ്ലിമീങ്ങളും മാത്രമുള്ള മദീനയിൽ, ആ മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി, വിശാലമായ മുസ്ലിം രാജ്യത്തിൻ്റെ ഭരണാധികാരി മദീനയിൽ എങ്ങനെ ഷഹീദാവും? ഷഹാദത്തല്ലേ നടക്കേണ്ടത്, സ്വാഭാവിക മരണമല്ലല്ലോ. ആരുടെയെങ്കിലും അക്രമത്തിനിരയായി ഷഹീദാകണ്ടേ? അതൊരിക്കലും ബാഹ്യമായി ചിന്തിക്കുമ്പോൾ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ മരിക്കാനും ഷഹീദായി മരിക്കാനും ആഗ്രഹിച്ചു. അങ്ങനെ ദുആ ചെയ്തു. അങ്ങനെ രഹസ്യമായ ആക്രമത്തിലാണ് ഇവർ രണ്ടുപേരും ഷഹാദത്ത് വരിക. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം അതല്ല. മദീനയിൽ തന്നെ എല്ലാവരും കാണുന്ന രീതിയിൽ അദ്ദേഹം വീട്ടുതടങ്കലിലായി. അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മദീനയിൽ ഒരു ഖലീഫ കൊല ചെയ്യപ്പെടുകയാണ്.
എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിലാഫത്ത് കൈവിടരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തമായൊരു തീരുമാനമെടുത്തു, ഞാൻ കാരണമായി മദീനയിൽ മുസ്ലിമീങ്ങളുടെ രക്തം വീഴരുത്. ഇത് രണ്ടുമായപ്പോൾ മൂന്നാമതൊരു മാർഗം മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ. കലാപകാരികൾ വന്നു, മദീന അവരുടെ നിയന്ത്രണത്തിലായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. മിസ്രിൽ നിന്നാണ് കലാപകാരികൾ വരുന്നത്, മദീനയിൽ അവരുടെ നിയന്ത്രണത്തിലായിപ്പോയി. അവരുടെ ഒരു പ്രാവശ്യം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു. അവർ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ഒരു നിലപാടിൻ്റെ പേരിൽ. ഈ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന് ഇറങ്ങി വരുന്നുണ്ട് ഒരു പ്രാവശ്യം, വളരെ വൈകാരികമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു കാലത്ത് മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ വന്ന സമയത്ത് മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് ബിർ റൂമ ആര് വാങ്ങിക്കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലെ പൈസ എടുത്തിട്ടാണ് ബിർ റൂമയിലെ വെള്ളം, ബിർ റൂമ ഞാൻ വാങ്ങി മദീനക്കാർക്ക് കൊടുത്തത്. ഇന്ന് നിങ്ങൾ എനിക്ക് ആ വെള്ളം നിഷേധിച്ചിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുടിക്കാനുള്ള വെള്ളം എത്തിയിരുന്നത് അതീവ രഹസ്യമായി രാത്രി സമയത്ത് ആരെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന അങ്ങനെ കിട്ടുന്ന തുള്ളി വെള്ളം കുടിച്ചിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയുടെ ഉള്ളിൽ ആ സമയത്ത് ജീവിച്ചത് നമുക്കറിയണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഇതാണ്, ഒരു കാലഘട്ടത്തിൽ മദീനക്കാർക്ക് മുഴുവൻ കുടിക്കാൻ ഞാൻ എൻ്റെ കൈ കാശ് കൊണ്ട് വാങ്ങിക്കൊടുത്ത ആ ബിർ റൂമ ഇന്ന് നിങ്ങൾ എനിക്ക് വിലക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഒരു കാലത്ത് മസ്ജിദുൻ നബവി പരിമിതമായി പോയപ്പോൾ, മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അത് വിശാലമാക്കണം, ആരുണ്ട് മസ്ജിദുൻ നബവിക്ക് വേണ്ടി അതിനെ വിശാലമാക്കാനുള്ള സ്ഥലം വാങ്ങിക്കൊടുക്കാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് മസ്ജിദുൻ നബവി വലുതാക്കിയത്. ആ മസ്ജിദുൻ നബവിയിൽ ഇന്ന് നിങ്ങൾ എനിക്ക് നിസ്കാരം തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അക്രമം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആ സമൂഹത്തെ ഉപദേശിക്കാൻ കഴിയുന്ന രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ വേറെന്തോക്കെ ചിന്തകളുമായി കടന്നു വന്ന ആ കലാപകാരികൾക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാക്ക് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിലപാടിലൊരൽപ്പം പോലും മാറിയതുമില്ല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മദീനയിൽ തന്നെ ഷഹാദത്ത് വരിക്കുകയായിരുന്നു. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്തു മഅ ഉസ്മാൻ ഫിദ്ദാരി വഹുവ മഹ്സൂർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കിലായിരുന്നപ്പോൾ ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ദിവസം. ഫഖറജ ഇലൈനാ മുതഖന്നിഅൻ ലൗനുഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ വിഷണ്ണനായി, ദുഃഖിതനായി, മുഖത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, അത്രമേൽ ദുഃഖിതനാണ്. അദ്ദേഹം ഒരിക്കൽ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അവരെന്നെ കൊല്ലാൻ വേണ്ടി വന്നവരാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല അനുവദിച്ചിട്ടുള്ളത് 3 കാര്യത്തിൻ്റെ പേരിലാണ്. ഒന്ന്, വ്യഭിചാരത്തിൻ്റെ പേരിലാണ്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമല്ല, ജാഹിലിയത്തിൽ പോലും അത് ചെയ്തിട്ടില്ലാത്ത ആളാണ്. ജാഹിലിയത്തിൽ പോലും ഇസ്ലാമിൻ്റെ സൗഭാഗ്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പോലും വ്യഭിചരിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. എന്നെ കൊല്ലാനാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ മതനിഷേധിയെയാണ് കൊല ചെയ്യുന്ന കാര്യം വന്നിട്ടുള്ളത്, ഞാൻ അതും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ആരെയെങ്കിലും കൊന്നതിൻ്റെ പേരിൽ പകരം പ്രതിക്രിയ എന്ന രീതിയിലാണ് കൊലപാതകം ഇസ്ലാമിലുള്ളത്. ഞാൻ ജാഹിലിയത്തിലോ ഇസ്ലാമിലോ അത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ പടയെടുത്ത് വന്നിരിക്കുന്നത് എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. ഒരു സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൗമ യഖ്തുലൂനനി, ഇന്ന് ആൾക്കാരെന്നെ കൊല്ലും, ഇന്നെൻ്റെ ഷഹാദത്തിൻ്റെ ദിവസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഖുൽതു ഖല്ല യാ അമീറൽ മുഅ്മിനീൻ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഖല ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂ ബക്കർ വ ഉമർ, ഞാൻ ഇന്ന് സ്വപ്നത്തിൽ നബിയെ കണ്ടു, അബൂബക്കർ റളിയല്ലാഹു അൻഹയും ഉമർ റളിയല്ലാഹു അൻഹയും കണ്ടു. ഖാലു, അവരെന്നോട് പറഞ്ഞു, സും ഉസ്മാൻ, നീ നോമ്പ് പിടിക്കണം. ഫഇന്നക തുഫ്തിറു ഇൻദനാ, നീ ആ നോമ്പ് മുറിക്കുന്നത് ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കും, അതുകൊണ്ട് നീ നോമ്പ് പിടിക്കണമെന്ന് എന്നോട് എൻ്റെ നബിയും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയണം. ഫഅസ്ബഹ റസൂൽ റളിയല്ലാഹു അൻഹു സ്വൈം, പിറ്റേന്ന് അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചു. വകാനൽ മാഉ ലാ യസ്ലു ഇലൈഹി ഇല്ലാ ഫിൽ ലൈലി ഖുഫിയതൻ മിൻ ദാരിൻ ഇലാ ദാരിൻ, ഓരോരോ വീട്ടിൽ നിന്നും
ഓരോരോ വീട്ടുകാർ കൈമാറി വരുന്ന വെള്ളമാണ്, കുറച്ച് വെള്ളമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് അവിടെ നിന്ന് പോയി വെള്ളമെടുത്ത് നേരെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കുറച്ച് വെള്ളം കൊടുക്കും, അടുത്ത വീട്ടിൽ കൊടുക്കും. ആ വീട്ടുകാർ അതീവ രഹസ്യമായി തൊട്ടടുത്ത വേറൊരു വീട്ടിലേക്ക് കൊടുക്കും. ആ വീട്ടുകാർ പിന്നെ രഹസ്യമായിട്ട് അടുത്ത വീട്ടിലേക്ക് കൊടുക്കും. ഇങ്ങനെ വീടുകൾ കൈമാറി വളരെ രഹസ്യമായിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ആ വീട്ടിലെത്തിയ വെള്ളമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം അന്ന് വുളു എടുത്ത് റെഡിയായി അദ്ദേഹത്തിൻ്റെ പൈജാമ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം അന്നാണ് പൈജാമ ധരിക്കുന്നത്. ഇന്നമാ ലബിസഹാ റളിയല്ലാഹു അൻഹു ഫീ ഹാദൽ യൗമി, അന്നാണ് അദ്ദേഹം ആദ്യമായി ആ വസ്ത്രം ധരിക്കുന്നതെന്നാണ് ഭാര്യ പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ അദ്ദേഹം മുണ്ടോ അതുപോലുള്ള വസ്ത്രങ്ങളാണ്, പൈജാമ പോലുള്ള ധരിക്കാറില്ലായിരുന്നു. ലിയല്ല യബ്ദു ഔറതുഹു ഇതാ കുത്തില, ആരെങ്കിലും കൊല ചെയ്യുന്ന ആൾക്കാർ വന്ന് കൊല ചെയ്ത് കഴിയുമ്പോൾ തുണിയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഔറത്ത് പുറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ അന്ന് അദ്ദേഹം പൈജാമ ധരിച്ചു. ഫഇന്നഹു കാന ശദീദൽ ഹയാ, വലിയ നാണമുള്ള ആളായിരുന്നു അദ്ദേഹം. വവദഅ ബൈന യദൈഹി അൽ മുസ്ഹഫ, അദ്ദേഹം മുസ്ഹഫ് എടുത്ത് തുറന്ന് മുമ്പിൽ വെച്ചു. യത്ലൂ ഫീഹി, ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോമ്പിലാണ്. അങ്ങനെ അദ്ദേഹം ഇരിക്കുന്നു. വസ്തസ്ലമ ലിഖദാഇല്ലാ വകഫ യദഹു അനിൽ ഖിതാൽ വലം യബ്ഖ ഇൻദഹു അഹദുൻ സിവ അഹ്ലിഹി. അങ്ങനെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ, കുടുംബം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സഹായിക്കണം, ആളയക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴൊന്നും അദ്ദേഹം അതിനനുവദിക്കുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിൽ ചാടി കുറച്ച് പേര് വന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിന് തീയിട്ടിട്ടാണ് കയറി വരുന്നത്, അങ്ങനെ തകർത്തിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് 80 വയസ്സുണ്ട്. വലം യർഹമു ഷൈബത്തഹു വദഅഫഹു, അദ്ദേഹം ഒരു നരബാധിച്ച മനുഷ്യനാണ്, ഒരു പ്രായത്തിലായ മനുഷ്യനാണ്, ദുർബലനായ മനുഷ്യനാണ്. ഒന്നും കലാപകാരികൾ കണക്കാക്കിയില്ല. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു. അങ്ങനെ ആ കഴുത്തിന് പിടിക്കുമ്പോൾ കൈ കൊണ്ട് തട്ടിയ കൈയെ അവർ വെട്ടി. ആ വെട്ടിയ കൈ അറുത്ത് വീഴുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹാല അവ്വലു യദിൻ കുതിബത് സൂറൽ മുഫസ്സൽ, ഖുർആൻ്റെ സൂറത്തുകൾ ആദ്യമായി എഴുതിയ കൈക്കാണ് ഈ ആദ്യത്തെ വെട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിനെ കൊല ചെയ്യുന്ന സമയത്ത് രക്തം ഒഴുകി വീണത് ഈ ആയത്തിലൂടെയാണ്. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം, അവരുടെ കാര്യം അല്ലാഹു കൈകാര്യം ചെയ്തോളും, അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്നർത്ഥം വരുന്ന ആയത്തിലൂടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം ഒഴുകി വീണത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഏതായാലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് റസൂലിൻ്റെ ഒരൊറ്റ വാക്ക് കേട്ട് ഉടൻ ഇസ്ലാം സ്വീകരിച്ച് അന്നു മുതൽ നബിയോടൊപ്പം നിന്ന് സമ്പത്ത് മുഴുവൻ ചെലവാക്കി ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് അത് രാത്രി മുഴുവൻ പാരായണം ചെയ്ത് പകല് മുഴുവൻ നോമ്പെടുത്ത് അങ്ങനെ മഹത്തായ ഒരു മാതൃകയായി ജീവിക്കുകയും, പക്ഷേ അതിൽ ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ ആയുധമെടുത്തപ്പോൾ അന്നും നിലപാടിൽ ഉറച്ചു നിന്ന് മദീനയ്ക്കൊരു കളങ്കം വരാതെ സംരക്ഷിക്കുകയും റസൂലിൻ്റെ വാക്കിനെ ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഏകാന്ത തടവിൽ കിടന്ന് ഈ ലോകത്ത് നിന്ന് യാത്രയായി ഷഹാദത്ത് വരിച്ചു.